ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടോടത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം, ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട്. നോക്കണം, ഈ ഒരു 7-ാം അധ്യായം ഉടനീളം പലതരം തർക്കങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാപത്തിനെ കുറിച്ചുള്ള തർക്കമുണ്ട്, പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമുണ്ട്, ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ചുള്ള തർക്കമുണ്ട്. ഇവിടെ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു ടെൻഷനൊക്കെ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ. ഇതൊരു പ്രത്യേകത, സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ടൊരു ഗ്രീക്കുകാരിയാണ് വന്നിരിക്കുന്നത്. അത് അവിടുത്തെ ഒരു മിക്സഡ് കൾച്ചറിൽപ്പെട്ട വ്യക്തി എന്ന രീതിയിലാണ് സിറിയയിൽ നിന്നും ഫിനീഷ്യ നിന്നുമുള്ള വ്യാപാര കേന്ദ്രങ്ങളിൽ അവർ പല മതത്തിലും പല സംസ്കാരത്തിൽപ്പെട്ടവർ പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു കുടുംബമാണിത്. അപ്പോൾ ഇതൊരു വിജാതീയ കുടുംബമാണ്. അവർ ഇങ്ങനെ ഒരു പിശാചുബാധ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ഈശ്വര മുമ്പിൽ വന്ന് ഒരു അപേക്ഷ സമർപ്പിക്കുക. എൻ്റെ ഈ മകള് ഇങ്ങനെ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുകയാണ്, അവളെ സൗഖ്യപ്പെടുത്തണം. ഈശ്വരൻ ചോദ്യം വളരെ ഷാർപ്പായൊരു ചോദിക്കുക, ഈ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റും, പട്ടിക്ക് കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുക. ആദ്യം മക്കൾ ഭക്ഷിച്ചിട്ടാകട്ടെ, മക്കളുടെ അപ്പം എടുത്ത് പട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഈശോ ചോദിക്കുക. നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അന്നല്ല ഈശോ പറയുക. സത്യത്തിൽ ഈ ഈശോയുടെ മനോഭാവമല്ല. ഈശോയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഈ സ്ത്രീ വന്ന് അപേക്ഷ സമർപ്പിക്കുമ്പം അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് ഈ പട്ടിയൊക്കെ വന്ന് കർത്തായ ഈ യേശുവിനോട് അനുഗ്രഹം ചോദിക്കുന്നു. ഈ അനുഗ്രഹം നമുക്കുള്ളതല്ലേ? ഈ ക്രിസ്തു നൽകുന്ന അനുഗ്രഹം ക്രിസ്ത്യാനിക്കുള്ളതല്ലേ? ഈ പട്ടികളായിട്ടുള്ള വിജാതിക്കുള്ളതാണ് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ അവർ വിജാതീയരെയും പട്ടികളെയും ചിലയിടങ്ങളിൽ പ്രവേശിപ്പിക്കത്തില്ല. ഒരു ബോർഡ് വരെ വയ്ക്കുമെന്നാണ് പറയുന്നത്. ചില കമൻറ്റുകൾ അങ്ങനെ പറയുന്നുണ്ട്. ചില ബോർഡുകൾ വയ്ക്കാൻ വിജാതീയരും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കണം. അപ്പം പട്ടി ആയിട്ടാണ് ഇവരെ കരുതിയിരുന്നുള്ളത്. അപ്പം ഈശോ അവരുടെ മനസ്സിലുള്ളൊരു തിന്മയെ ഈശോ പറയുകയാണ് അവിടെ. ഈശോയുടെ മനസ്സിലുള്ള തിന്മ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അപ്പം അവളുടെ മറുപടിയാണ് സത്യം. അവൾ പറയുന്നത് ഇങ്ങനെയാണ്. അവൾ മറുപടി പറഞ്ഞു, കർത്താവെങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇതാണ് അവളുടെ മറുപടി. മേശയുടെ കീഴിൽ നിന്നും മക്കളും ഇത് നായ്ക്കളും മക്കളുടെ അപ്പക്കഷ്ണം തിന്നുന്നുണ്ട്. ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ്. ഞാനിതൊരു വേറൊരു ബൈബിൾ കോണ്ടെക്സ്റ്റിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഇതാണ്. ഞാൻ ആദ്യം വരുന്നൊരു ഇടവകയിൽ ഒരു ചേട്ടൻ, ഒരു മുതിർന്ന ചേട്ടനാണ്, ഒരു വലിയ വിശ്വാസിയാണെന്ന് ഊറ്റം കൊള്ളുന്ന കമ്മിറ്റികളിലും ഭക്തസംഘടനകളിലും എല്ലാ കാര്യങ്ങളിലും ലൈവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ ക്രിസ്ത്യാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിന്തിക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ എനിക്ക് ആ ഇടവകയിൽ സഹായത്തിന് എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന വേറൊരു ചേട്ടനുണ്ട്, ഇത്തിരി കൂടി ചെറുപ്പം ചേട്ടനുണ്ട്. അദ്ദേഹം പേരുകളൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. ഒരു 10-25-30 വയസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനിയായ ഒരാളാണ്, ഒരു ഹിന്ദു സഹോദരനായിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഓടി വരും. ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ എന്താണെന്നുള്ളൊരു ബോധ്യമുണ്ട്, വചനം അറിയാം, ഉദാശകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണ് ചേട്ടൻ. ഈ ഞാനിങ്ങനെ ഇദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളിലും വിളിക്കുകയും സഹകരിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ആദ്യം പറഞ്ഞ ഈ മുതിർന്ന ഉത്തമ ക്രിസ്ത്യാനി നൂറ്റം ചേട്ടൻ വിമർശിക്കാൻ തുടങ്ങി. ഇനി വിമർശനം കടുത്ത് വന്നൊരു ദിവസം ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് ഞായറാഴ്ച കുർബാന സമാപിച്ചു കഴിഞ്ഞിട്ട് ഇതങ്ങൊരു വഴക്കിൻ്റെ പരുവത്തിലെത്തി. അങ്ങനെ ജനമെല്ലാം കൂടി നിൽക്കെ ഈ മനുഷ്യൻ പരസ്യമായിട്ട് ഈ ചേട്ടനെ അവഹേളിക്കുക. ഇപ്പം വന്ന ക്രിസ്ത്യാനി, പുതു ക്രിസ്ത്യാനി ഇപ്പം വന്നിരിക്കുകയാണ്, ഇവനാണോ കാര്യങ്ങൾ അച്ഛൻ്റെ കൂടെ നടന്ന് ചെയ്യേണ്ടത്, നമ്മളല്ലേ? അങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക. അപ്പോൾ ഇങ്ങനെ ജനമെല്ലാം കൂടി നിൽക്കുക. ഞാനിങ്ങനെ കർത്താവിനോട് എന്ത് ചെയ്യും, ഇതെങ്ങനെ മറുപടി എടുക്കും? ഞാൻ ചെയ്തതിനകത്തൊരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല, എനിക്കെങ്ങനെ മറുപടി എടുക്കാൻ പറ്റും? ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ചോദിച്ചാൽ ഒരു പ്രചോദിപ്പിച്ചാണ് ഒരു ചോദ്യം ഈ മനുഷ്യനോട് ചോദിച്ചു. ഞാൻ ചേട്ടൻ ശരിയാണ്, ചേട്ടനാണ് ഉത്തമ ക്രിസ്ത്യാനി, ചേട്ടൻ്റെ മുതുമുത്തച്ഛന്മാർ മുതലേ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ചേട്ടൻ ഉത്തമ ക്രിസ്ത്യാനി. ഇദ്ദേഹം ഒരു 10-25-30 വയസ്സായപ്പം ക്രിസ്തു വന്ന് സ്വീകരിച്ചു, അതുകൊണ്ട് അദ്ദേഹം കുറഞ്ഞ ക്രിസ്ത്യാനി എന്നാണല്ലോ ചേട്ടൻ പറയുന്നത്.
നമ്മുടെ ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ മക്കളും നായ്ക്കളും, മക്കളും പട്ടികളും എന്ന രീതിയിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും കാണേണ്ടത്. എനിക്ക് ചേട്ടനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. ഒരു കാര്യം ഞാൻ ചേട്ടനോട് ചോദിക്കാൻ മറുപടി പറയാനായിട്ട് ചേട്ടൻ സാധിക്കുമോ? അതായത് ഒരു 5 ബൈബിൾ വാക്യങ്ങൾ കാണാതെ പറയുക. അതിൻ്റെ പുസ്തകം ഏത്, അധ്യായം ഏത്, വാക്യം ഏത് എന്നത് പറയണ്ട, അതൊന്നും പറയണ്ട, വെറുതെ 5 വാക്യങ്ങൾ കാണാതെ പറയാം. ഈ മനുഷ്യന് അതാണ് ഇപ്പം പ്രധാനപ്പെട്ട കാര്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അപ്പം ചേട്ടൻ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇപ്പം ചേട്ടൻ ക്രിസ്ത്യാനിയാണെങ്കിൽ സംഭവിക്കും. ഈ മനുഷ്യൻ പിന്മാറി കുറേ കൂടെ ഉച്ചത്തിൽ ബഹളമൊക്കെ വെച്ച് അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് തയ്യാറായി. അപ്പോൾ ചേട്ടൻ നിൽക്കണം. ഈ നിൽക്കുന്ന പൊതു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ച, നമ്മൾ സുവിശേഷ ഭാഷ പറഞ്ഞാൽ പട്ടി എന്ന് വിളിക്കേണ്ട ഈ മനുഷ്യൻ ചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ പുസ്തകം പഴയ നിയമമാണോ പുതിയ നിയമമാണോ, പുസ്തകം ഏതാണ്, അധ്യായം ഏതാണ്, വാക്യം ഏതാണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ള കൃത്യമായും പറഞ്ഞുകൊണ്ട് 50 അല്ല 500 വാക്യം വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞേൽപ്പിക്കും. കേൾക്കണം. ഇടവായ അടഞ്ഞുപോയി. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ പിന്നീടൊന്നും മിണ്ടിയില്ല. കുറേ കൂടെ ബഹളമൊക്കെ വെച്ചിട്ട് കുറേ കൂടെ അപ്പുറത്തോട്ട് മാറി ബഹളമൊക്കെ വെച്ച് തിരിച്ചും കടന്നുപോയി. എന്നോട് മറുപടിയൊന്നും പറഞ്ഞില്ല. നമ്മൾ ഒരിക്കലും കാര്യം ഇതാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് ഭക്ത സംഘടനയിൽ അംഗങ്ങളായിരിക്കും, പള്ളിയിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പെരുന്നാൾ നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഒരു ഉത്തമ ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഈശോന് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയെന്ന് ഈശോ പറയുന്നുണ്ട്. ഈ വചനം അറിയാവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വചനം അറിഞ്ഞാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം. വചനം അറിയുക, ജീവിക്കുക. അപ്പോൾ വചനം അറിഞ്ഞൂടാ അദ്ദേഹത്തിന്, പിന്നെ വചനം ജീവിക്കുന്നത് എങ്ങനെ? വചനം ജീവിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയിരുന്നത്. ഞങ്ങൾ മക്കളാണെന്നും ഇവർ പട്ടികളാണെന്നും ചിന്തിക്കുന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ മുതുമുത്തച്ഛന്മാരുടെ തലയിൽ ജ്ഞാനസ്നാന വെള്ളം വീണതുകൊണ്ട് അയാൾ മക്കളായി മാറുകയും അയാൾ ഉൾപ്പെടെയുള്ളവർ മക്കളായി മാറുകയും 10, 25, 30 വയസ്സിന് ശേഷം ശിരസിൽ ജ്ഞാനസ്നാന ജലം വീണുകൊണ്ട് ഇയാൾ പട്ടിയായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ അത് എക്കാലത്തുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്ക ഇടവുകളിലൊക്കെ ഇതിങ്ങനെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടാണ് നമ്മൾ ഈ സ്ത്രീയുടെ മറുപടി ചിന്തിക്കേണ്ടത്. ഈ സ്ത്രീയുടെ മറുപടി ഇതാണ്: മക്കൾക്ക് അങ്ങ് അപ്പം വിളമ്പിയിട്ടുണ്ട്, പക്ഷേ അവരുടെ മേശയിൽ നിന്ന് താഴെ വീണ അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ ഞങ്ങൾ തിന്നോട്ടെ എന്ന് ചോദിക്കുക. അതിനർത്ഥം അവർ വില കൽപ്പിക്കാത്ത അപ്പം അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ട്. അവർക്കത് വേണ്ട, അവർ കളഞ്ഞിട്ടോ വേസ്റ്റാക്കിയിട്ടോ മേശയുടെ അടിയിലെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ വലിയ അമൂല്യമായ രീതിയിൽ സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ പട്ടികളെന്ന് പരിഗണിക്കപ്പെട്ടവർ പറയുക. അങ്ങ് മക്കൾക്ക് അപ്പം കൊടുത്തു, എങ്ങനെ ഈ അപ്പം മേശയുടെ അടി വന്നു? ഈ മേശയുടെ അടി വരണമെങ്കിൽ മക്കളെ അപ്പം വിലമതിച്ചില്ലെന്നുള്ളതാണ്. വചനം അപ്പവും ദിവ്യാനും, വചനവും ദിവ്യകാരുണ്യവും കുദാശകളും ഒക്കെയാണ് അപ്പം. വിലമതിക്കാത്ത മനുഷ്യരെ പ്രതി അത് കൈമോശം വരുമ്പോൾ അത് വേറുള്ളവർ വലിയ ആദരവോടും സ്നേഹത്തോടും തീഷ്ണതയോടും സ്വീകരിക്കുന്നു. ആ സമൂഹം അല്ലെങ്കിൽ ഉത്തമ ക്രിസ്ത്യാനികൾ നൂറ്റം കൊള്ളുന്നവർ പട്ടികളെന്ന് പരിഗണിക്കുന്ന ആളുകൾ അവരെക്കാൾ ഭംഗിയായി ഈ അപ്പം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഇപ്പോഴും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു ക്രിസ്ത്യാനി എന്തിന് പ്രാധാന്യം കൊടുക്കണം? വചനത്തിനും കുർബാനയ്ക്കും പ്രാധാന്യം കൊടുക്കണം. മറ്റൊരു കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ക്രിസ്ത്യാനിയാണെന്നില്ല. അതിനകത്ത് അഹങ്കരിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമുണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അയാൾക്ക് അഭിമാനിക്കാം എപ്പോഴെന്നോ അയാൾ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നത്, വചനം പഠിക്കാൻ ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അഭിമാനിക്കാം അയാൾ ഉത്തമ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ അയാൾ അഹങ്കരിക്കത്തില്ല, കാരണം അയാൾ വചനം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കത്തില്ല, എളിമയോടുകൂടി മാറി നിൽക്കുകയും ചെയ്യും. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ മക്കൾ വിലകൽപ്പിക്കാതിരുന്ന അപ്പം മേശയ്ക്ക് താഴെ എത്തുമ്പോൾ പട്ടികളെന്ന് സമൂഹം വിളിച്ചിരുന്നവർ വിലകൽപ്പിച്ചതിൻ്റെ കഷ്ണങ്ങളെ അമൂല്യമായി സ്വീകരിക്കുന്നു. ഇത് കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യമാണ്. വിലകൽപ്പിക്കേണ്ടവയ്ക്ക്, പ്രത്യേകിച്ച് വചനത്തിനും ദിവ്യജ്ഞാനത്തിനും വിലകൽപ്പിച്ച് ജീവിക്കാനുള്ളൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.